Hello, good evening. I think we are live. Yes. Yeah. Good evening, all. If you can hear me, please let me know. Am I audible? Hello. Can you hear me? Yeah, I think it's okay. So, good evening, all. Welcome to the live session from Let's Update Language Academy. Today, we are here to discuss the reading part C. I think a few people are joining now. Amal Raj Binoy, good afternoon. Good afternoon, Amal. So you can comment whether the audio is clear or not. Is it good to go or not? So please let me know. Okay, yes. Sandra, good afternoon. Yeah, good afternoon all. So as promised, we are here to discuss about the part C of OET reading subtest. So we can wait few more minutes whether other students uh, join or not. Let's wait for them. Okay. So I think the screen is also visible. You can see a model question paper, a sample question paper of OET reading, part B and C. As we all know that the part B and C of the OET reading comes together. അല്ലെ ഒരുമിച്ചാണ് നമ്മൾ part B and C ചെയ്യുന്നത് within a time frame of 45 minutes. So for those who are new to OET, ഇതുവരെ OET എഴുതാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. ഇനീഷ്യൽ ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കറിയാം പാർട്ട് ബി ആൻഡ് സി എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് എടുത്താണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ടിനും കൂടി ചേർത്തിട്ടാണ് 45 മിനിറ്റ്സ്. അത് അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ടൈം ഡിവൈഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പൊ ഹിയർ യു ക്യാൻ സി പാർട്ട് ബി ആൻഡ് സി ക്വസ്റ്റ്യൻ പേപ്പർ ഓൺ ദ സ്ക്രീൻ. So uh, today we will be discussing about the part C of the question paper. So part C ലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഇൻസ്ട്രക്ഷൻസിലേക്ക് നമുക്കൊന്ന് നോക്കാം അല്ലെ. So you can see that in this part of the test there are two texts about different aspects of healthcare. Lina Chebin, sound is low, not audible. 1 second. Is it clear now? Hello. I will continue my session. Could you please comment whether it is clear or not now? Okay. So yes, it is clear, I think. Uh, so in this part of the test, there are two texts. രണ്ട് ടെക്സ്റ്റുകളാണുള്ളത്. രണ്ട് എക്സ്ട്രാക്റ്റുകളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് about different aspects of healthcare. And for question 7 to 22, choose the answer A, B, C, or D.
which you think fit best according to the text. അല്ലെ? അപ്പൊ അതായത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, 4 ഓപ്ഷൻസ് ഉള്ള ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോ ടെക്സ്റ്റിനെയും ബേസ് ചെയ്ത് നമുക്കറിയാം, ഒരു ലോങ് ടെക്സ്റ്റ് നമുക്ക് സ്ക്രീനിൽ കാണാം. ഒരു ലോങ് ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത് വരിക. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് അതിന്റെ ഇതിനകത്തേക്ക് ഒന്ന് കടന്നു. Okay, so when it comes to the test format, see, there are two parts C text. രണ്ട് പാർട്ട് സി ടെക്സ്റ്റുകൾ ഉണ്ട്. രണ്ട് ടെക്സ്റ്റുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈച്ച് കണ്ടെയ്നിങ് അറൌണ്ട് 800 വേർഡ്സ്. അതായത് ഏകദേശം 800 വേർഡ്സ് ഉള്ള രണ്ട് ടെക്സ്റ്റുകളാണ് നമുക്ക് പാർട്ട് സിയുടെ ഭാഗമായിട്ട് വായിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, സോ എങ്ങനെയുള്ള ടെക്സ്റ്റുകളാണ് വരുന്നത് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ദേ റിസംബിൾ ജേർണൽ ഓർ റിവ്യൂ ആർട്ടിക്കിൾസ്. ഒന്നുമില്ലെങ്കിൽ ജേർണൽ ആർട്ടിക്കിൾസ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിവ്യൂ ആർട്ടിക്കിൾ ആവാം. Or usually present a variety of opinions or perspective, and usually present a variety of opinion and perspective. So unlike in part A or part B, it is not something related to any kind of factual information. They present a variety of opinions or perspective. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻസ് അല്ലെ, അതൊരു നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ പലരുടെ പല ഒപ്പീനിയൻസ് ഉണ്ടാവും അതിനകത്ത്, അല്ലെങ്കിൽ പല കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, പല പെർസ്പെക്ടീവ്സ് ഉണ്ടാവും. ആണ് സ്പെസിഫിക് ടോപ്പിക്, ഒരു ടോപ്പിക്കിൽ തന്നെ പലരുടെയും അഭിപ്രായങ്ങൾ, പലരുടെയും കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. സോ അതിൽ നമുക്ക് തന്നെ ക്ലിയർ ആണ്, നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം അതായത് ഇംപ്ലിസിറ്റ്ലി ആയിരിക്കും തന്നിരിക്കുന്നത്. അതായത് ഡയറക്ട്ലി എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. വി ഹാവ് ടു ഇൻഫർ തിങ്സ് ഫ്രം ദ ടെക്സ്റ്റ് അല്ലെ. ദീസ് ടെക്സ്റ്റ് മേ കവർ ടോപ്പിക്സ് സച്ചസ്, എങ്ങനെയുള്ള ടോപ്പിക്സുകളാണ് വരുന്നതെന്ന് പറഞ്ഞേക്കുന്നത്, ന്യൂ അഡ്വാൻസ്മെന്റ്സ് ഇൻ ദ ട്രീറ്റ്മെന്റ്സിലുള്ള ഉണ്ടാകുന്ന നിലവിലുള്ള ട്രീറ്റ്മെന്റ്സിലാണ് ന്യൂ അഡ്വാൻസ്മെന്റ്സ് ഓർ ടെക്നോളജീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ കണ്ടെത്തലുകളെ പറ്റിയിട്ടുള്ള ഒരു ജനറൽ, അപ്പൊ നമ്മൾ പറയും ജേർണൽ അല്ലെങ്കിൽ റിവ്യൂ ആർട്ടിക്കിൾസ് ആണെന്ന് പറഞ്ഞു. ഇറ്റ്സ് നോട്ട് സംതിങ് റിലേറ്റഡ് ടു എനി കൈൻഡ് ഓഫ് എന്താ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിലുള്ള പാർട്ടിയിലൊക്കെ നമ്മൾ വായിക്കുന്ന പോലെ ഒരു കാര്യമായിരിക്കില്ല. ഫാക്ട്സുകളല്ല ഇതിനകത്ത് വരുന്നത്. ഒരു റിസർച്ച് ആർട്ടിക്കിൾ പോലത്തെ അല്ലെങ്കിൽ ഒരു ജേർണൽ ആർട്ടിക്കിൾ പോലത്തുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. ഇവിടെ നോക്കാം, എക്സ്പീരിയൻസസ് ഓഫ് പേഷ്യൻസ് ഓർ ഹെൽത്ത് പ്രൊഫഷണൽസ്. ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇതിൽ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽ, അപ്പൊ ഒരു എന്താ പറയുക, ഒരു സർവേ ഒക്കെ നടത്തിയിട്ട് അതിന്റെ ഒരു അഭിപ്രായങ്ങളും ഒപ്പീനിയനും പെർസ്പെക്റ്റീവും ഒക്കെ പറയുന്ന തരത്തിലുള്ള ടെക്സ്റ്റുകളായിരിക്കാം അല്ലെ. ഓർ റിസർച്ച് ഓൺ ദ കോസസ് ഓർ റെമഡീസ് ഓഫ് പർട്ടിക്കുലർ condition. Yes, I think somebody has commented good evening. Yeah, good evening. Okay, then each part C text has 8 4 option multiple choice questions. 4 options multiple choice questions ആണുള്ളത്. 4 ഓപ്ഷനുള്ള multiple choice question ആണ്. And 8 questions, there will be 8 questions based on each text. So there will be total 16 questions based on part C. ഓരോ ടെക്സ്റ്റിനെ ബേസ് ചെയ്തും 8 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 2 ടെക്സ്റ്റുകളുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ 16 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് സിയിൽ വരുന്നത്. ആൻഡ് ദീസ് ഫോളോ ഓർഡർ ഓഫ് ദ ടെക്സ്റ്റ്. അതായത് ടെക്സ്റ്റിലുള്ള അതേ ഓർഡറിൽ തന്നെയായിരിക്കും ചോദ്യങ്ങളും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവുക. അതായത് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എവിടെ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ അത് കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ടെക്സ്റ്റിനകത്ത് വരിക, അല്ലാണ്ട് മിക്സ്ഡ് ആയിട്ട്. അപ്പൊ നമ്മൾ ഓരോ തവണയും എല്ലാ ടെക്സ്റ്റും റിപ്പീറ്റഡ് ആയിട്ട് വായിക്കേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് എന്താ അതൊരു ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ടാവും. ക്ലിയർ ആയോ? ദെൻ OET, അപ്പൊ ജനറലി ഒറ്റ ഗ്ലാൻസിൽ നോക്കി കഴിഞ്ഞാൽ 2 ടെക്സ്റ്റ് ആണുള്ളത്. എല്ലാം 800 വേർഡ്സ് ഈച്ച് ആണ് ഉണ്ടാവുന്നത്. ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ എക്സ്ട്രാക്ട്സ് ആണ് നമ്മൾ വായിക്കേണ്ടി വരിക. സംതിങ് ലൈക്ക് ജേർണൽസ് ഓർ റിവ്യൂ ആർട്ടിക്കിൾസ്. Each 4 option multiple choice questions per text. 8 4 option multiple choice questions per text. ഓരോ ടെക്സ്റ്റിനും 8 multiple choice questions ആണ് ഉണ്ടാവുന്നത്. All together for part B and C we have 45 minutes to complete. Okay, then skills for OET reading part C. Skills എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ടൈപ്പിലുള്ള എങ്ങനെയൊക്കെ നമ്മൾ വായിക്കണം എന്നുള്ളതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത് അല്ലെ. OET reading part C aims to evaluate your capability to comprehend both the explicit and implicit meanings of the text. Both explicit and implicit meanings, അതായത് ഒരു ടെക്സ്റ്റ് വായിച്ച്
അതിനെ കോംപ്രഹെൻഡ് ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇംപ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള നിങ്ങളുടെ എബിലിറ്റിയാണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് സംതിങ് ഗിവൻ ഇസ് വെരി ക്ലിയർ വിത്തൗട്ട് എനി വേഗ്നെസ്, അല്ലെ? അതായത് ഡയറക്റ്റ് അതിനകത്ത് പറഞ്ഞിട്ടാവും. ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എന്താ പറയുക, സംതിങ് വാട്ട് വി അണ്ടർസ്റ്റുഡ്, അത് വായിച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലായി, അതാണ് ഇംപ്ലിസിറ്റ്. അത് സംതിങ് ദാറ്റ് ഇസ് നോട്ട് ഡിസ്ക്രൈബ്ഡ് ക്ലിയർലി, അതായത് ഡയറക്റ്റ് ആയിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ ഇൻ ബിറ്റ്വീൻ പാരഗ്രാഫ് അല്ലെങ്കിൽ സെന്റൻസിൽ നിന്ന് വായിച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിനാണ് ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബോത്ത് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് മീനിങ്സ് മനസ്സിലാക്കി എടുക്കാനുള്ള നിങ്ങളുടെ എബിലിറ്റിയാണ് OET പാർട്ട് സിയിൽ, റീഡിംഗ് പാർട്ട് സിയിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ സം കേസസ് യു മേ നീഡ് ടു റെക്കഗ്നൈസ് വാട്ട് ദ റൈറ്റർ ഇസ് സിംപ്ലി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില കേസസിൽ എന്താണ് റൈറ്റർ ഉദ്ദേശിക്കുന്നതെന്ന് ഇൻ ബിറ്റ്വീൻ സെന്റൻസസ് അല്ലെങ്കിൽ പാരഗ്രാഫ് വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നു. സോ ഇത്രയും പറഞ്ഞു വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും OET റീഡിംഗ് പാർട്ട് സി ഈസ് അൺലൈക്ക് ഫ്രം പാർട്ട് എ, പാർട്ട് സി ആൻഡ് ബി ഇസ് എ കെയർഫുൾ റീഡിംഗ് ടാസ്ക്. ഇറ്റ്സ് നോട്ട് എ എക്സ്പെഡീഷ്യസ് റീഡിംഗ് ടാസ്ക്. അതൊരു വളരെ പെട്ടെന്നോ ഇത് ചെയ്യേണ്ട കാര്യങ്ങളല്ല, കെയർഫുൾ റീഡിംഗ് ടാസ്ക് എന്നാണ് പാർട്ട് സിയെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നത്. ദിസ് ടെസ്റ്റ് ഓൾസോ assess your proficiency to identify the main ideas or detailed meanings, attitude or opinion presented in the article. അങ്ങനെ നമ്മുടെ മെയിൻ ഐഡിയാസ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് മീനിങ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഓർ ഒപ്പീനിയൻ ഓഫ് ദി റൈറ്റർ, ഇത്രയും കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള നമ്മുടെ ഒരു പ്രൊഫഷൻസിയാണ് കൂടിയാണ് ഇത് അസസ് ചെയ്യുന്നത്. ദെൻ ഇനി ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദാറ്റ് ക്വസ്റ്റ്യൻ ഡിസൈഡ് ടു മെഷർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വൊക്കാബുലറി ഇൻ ദ കോണ്ടെക്സ്റ്റ്. ആ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ നിങ്ങളുടെ വൊക്കാബുലറി അസസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ടൈപ്പുകളും പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂസേജ് ഓഫ് എ പർട്ടിക്കുലർ വേർഡ് ഓർ എ ഫ്രേസ്, അല്ലെങ്കിൽ ഇന്റർപ്രറ്റിംഗ് വാട്ട് എ റെഫറൻസ് വേർഡ് ലൈക്ക് ഇറ്റ്, ദാറ്റ്, ദേ റെഫേഴ്സ് ടു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വാട്ട് ഡസ് ഇറ്റ് ഇൻ ദ ഫോർത്ത് പാരഗ്രാഫ് മീൻസ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇത് പ്രോണോൺ തന്നിട്ട് നമ്മളോട് ചോദിക്കും ആ ഇറ്റ് എന്ന് പറയുന്നത് അവിടെ ആരെയാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ദാറ്റ് എന്നുകൊണ്ട് എന്താണ് റൈറ്റർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ യൂസേജ് തന്നിട്ട് അതിന്. Then to complete the task successfully you will need to identify the relation between ideas at both sentence and paragraph level. അതാണ് ഞാൻ പറഞ്ഞത്, you have to read in between sentences and paragraph to understand or understand the implicit meaning of the text. ആ ഒരു റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. Then moving to the next slide, don't rush. So please note that in part C skimming and scanning will not be helpful. എന്തുകൊണ്ടാണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ഹെൽപ്ഫുൾ ആവില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്വസ്റ്റ്യൻസ് ആർ ഡിസൈൻഡ് ടു ഗൈഡ് യു ടു ദ റെലവൻറ്റ് സെക്ഷൻ ഓഫ് ദ ടെക്സ്റ്റ്. അതായത് ഓരോ ക്വസ്റ്റ്യൻ എടുത്താലും നമുക്ക് അറിയാം, അതായത് എന്താണ് അതിനകത്ത് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്, ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ്, അവിടെ നിങ്ങളെ ഗൈഡ് ചെയ്യണ്ടാവും. ഉത്തരം എവിടെയാണോ, ഏത് പാരഗ്രാഫിലാണോ ഉത്തരം എന്നുള്ളതിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഗൈഡ് ചെയ്ത് തന്നെ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ സ്കിം ആൻഡ് സ്കാൻ ചെയ്ത് സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേ ആർ ഡയറക്റ്റിംഗ് യു ടു ദി correct paragraph. So skimming and scanning will not be helpful. What you have to do is that read it carefully. So therefore there is no need to waste time searching for answers. Your time instead should spend on reading carefully in order to understand. അത് മനസ്സിലാക്കാൻ, അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കുക, കെയർഫുൾ ആയിട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളപ്പോൾ ചെയ്യേണ്ട കാര്യം. സോ പ്ലീസ് ഡോണ്ട് സ്കിം ആൻഡ് സ്കാൻ ഇൻ പാർട്ട് സി. ഇറ്റ് വിൽ നോട്ട് ബി ഹെൽപ്ഫുൾ. ഓക്കെ, സോ നമുക്ക് ഒരു ചെറിയൊരു പാർട്ട് ബി ആയിട്ട് ചെയ്ത് നോക്കാം അല്ലെ. നമ്മൾ ഇവിടെ എടുത്ത പാർട്ട് സി ആണ്, നമ്മൾ പാർട്ട് സിയിലെ സെക്കൻഡ് ടെക്സ്റ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓക്കെ, സോ ഫസ്റ്റ് വി ക്യാൻ മൂവ് ടു ടെക്സ്റ്റ് 2. ടെക്സ്റ്റ് 2 ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ടെക്സ്റ്റ് 2ലെ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് ടെക്സ്റ്റ് 2 ഈസ് ഓപ്പൺ പേഷ്യന്റ് റെക്കോർഡ്സ്. സോ ഐ എം ഡയറക്ട്ലി മൂവിങ് ടു ദി ക്വസ്റ്റ്യൻസ് ഫോർ ദ ഈസ് ഓഫ് പ്രസന്റിങ്. അത് ഞാനൊരു സ്ലൈഡ് ആക്കി പ്രസന്റ് ചെയ്യാണ്, എൻറ്റയർ ടെക്സ്റ്റ് അല്ല. അത് റെപ്രസെന്റഡ് ആയിട്ടുള്ള പാരഗ്രാഫ് ചൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒരുമിച്ച് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ.
So I think the question is now visible. You can read and try to answer the question. Mm, and you can comment your answers in the comment box. I will give you a few minutes time to read the question and answer it. Okay. So the text 2, the heading is Open Patient Records. So just read the question first. In the first paragraph, we learned that in the USA, allowing patient access to their own medical records, and option A has been driven by doctors, B was promoted by targeted research, C was made possible by advances in technology, D happened over a relatively short period of time. So just read it out. So I already mentioned, don't skim and scan. It's a careful reading sir. So in the first paragraph, we learned that in the USA, they are asking particularly about the case of USA. So in the USA, allowing patients access to their own medical records. And while reading the options, try to identify the verb forms. Okay, has been driven by doctors, was promoted by targeted research, made possible by advances in technology, and D happened over a relatively short period of time. So നമുക്കൊരു ഓപ്ഷൻസിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് I just mention you to look at the verbs forms. So just read out in the US, the expansion of patient access to electronic medical records has been accompanied by numerous studies investigating the experiences of patient and clinicians. Starting from about 2000ലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. The use of patient portals to display test results spread rapidly, and in 2010, 100 primary care doctors volunteered to open their free text entries to 10,000 of their patients. By 2019, more than 50 million patients in the US had access to what their clinicians wrote about their medical care. In 2021, the US federal government mandated that patients should have easy electronic access at no charge to all information held in the electronic health records. Today, patients can use readily available patient portal to access all the information a clinician might use to make decisions about their care in both inpatient and outpatient settings, including primary care and specialist notes, laboratory test results, and imaging report. So what might doctors in other countries? So we can say that in the introductory sentence itself, US-ലെ കാര്യമാണ് പറഞ്ഞത്. In the US, US-ൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ഒരു ടൈം ലൈൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. സ്റ്റാർട്ടിങ് ഫ്രം 2000, അത് 2010 ആയപ്പോഴേക്കും അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, ബൈ 2019 ആയപ്പോഴേക്കും എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, 2021 എന്ത് മാറ്റങ്ങൾ വന്നു. അപ്പൊ അവിടെ ഒരു ടൈം ആണ് കാണിക്കുന്നത്. സോ ദിസ് പാരഗ്രാഫിൽ എന്തിനെ പറ്റിയിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്? സംതിങ് റിലേറ്റഡ് ടു ടൈം ആണ്, ഒരു ടൈം ഫ്രെയിമിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ദെൻ അതിന് ഒന്നും കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് ലാസ്റ്റ് സെന്റൻസ്. ഒന്ന് വായിച്ചു നോക്കൂ. സോ വാട്ട് മൈറ്റ് ഡോക്ടേഴ്സ് ഇൻ അതർ കൺട്രീസ് ഹൂസ് ഗവൺമെന്റ്സ് ആർ ഇൻ ദ പ്രോസസ്. അപ്പൊ അതർ കൺട്രീസിൽ എന്താണ്? that governments are in the process of implementing. Process of മറ്റു കൺട്രീസ് ആരും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. they are in the process of implementing transparent medical records, ലേൺ ഫ്രം US എക്സ്പീരിയൻസ്. യുഎസിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ എന്ത് ലേൺ ചെയ്യണം എന്നുള്ളത് വെച്ചിട്ടാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റിൽ അതർ കൺട്രീസ് ആർ ഇൻ ദ പ്രോസസ് ഓഫ് ഇംപ്ലിമെന്റിംഗ് ദിസ് ഓപ്പൺ പേഷ്യന്റ് റെക്കോർഡ്സ്, ബട്ട് US ഹാസ് ഓൾറെഡി ഇംപ്ലിമെന്റഡ് ഇറ്റ്. ദാറ്റ് മീൻസ് US is far ahead of അതർ കൺട്രീസ്. അതിന് ഇവിടെ US അത് എങ്ങനെയൊക്കെയാണ് അത് അച്ചീവ് ചെയ്തതെന്നുള്ളതാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. സോ ക്ലിയർലി വി ക്യാൻ സേ ദാറ്റ് മറ്റുള്ളവർ ഇത്രയും സമയം എടുക്കുമ്പോഴും US അത് വളരെ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ബിന്ദു ആൻഡ് അനുമോൾ കമന്റഡ് സി. ഹൗ ക്യാൻ ഇറ്റ് ബി സി? ഒന്ന് നോക്കൂ. സി ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വാസ് മെയ്ഡ് പോസിബിൾ ബൈ അഡ്വാൻസസ് ഇൻ ടെക്നോളജി. ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ്സിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ?
അതായത് ഓപ്പൺ പേഷ്യന്റ് റെക്കോർഡ്, പേഷ്യൻസിനെ തന്നെ അസസ് ചെയ്യാം അവരുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ US-ൽ അവർ ഇത്ര ടൈം ഫ്രെയിം കൊണ്ട് ചെയ്തു. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കൂ. സോ വാട്ട് മൈ ഡോക്ടേഴ്സ് ഇൻ അതർ കൺട്രീസ് ഹൂസ് ഗവൺമെന്റ് are in the process of implementing transparent medical records learned from US experience. Yes, Lindsay commented it as D. Yes, you are right, Lindsay. It is D. അല്ലേ? Clear ആയോ? Is it clear for everyone? Lynette also commented as D. Yes, you are right. C എന്ന് പറഞ്ഞവർക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് ലാസ്റ്റ് സെന്റൻസിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാം മറ്റ് കൺട്രീസിൽ സ്റ്റിൽ ദേ ആർ ട്രൈങ് ടു ഇംപ്ലിമെന്റ് ഇറ്റ്, ബട്ട് US ഹാസ് ഓൾറെഡി implemented it. And first പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട് ഇൻ ദ US ഓരോ ടൈം ഫ്രെയിം സ്റ്റാർട്ടഡ് ഇൻ 2000 and by 2010 ആയപ്പോഴേക്കും ഒരു 10,000 പേഷ്യൻസ്, അത് കഴിഞ്ഞ് 2019 ആയപ്പോഴേക്കും മോർ ദാൻ 50 മില്യൺ ആയി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത്രയും ഒരു കാര്യം അവർ ഇംപ്ലിമെന്റ് ചെയ്ത് എടുത്തു. അപ്പോൾ US-ന്റെ ഈ എക്സ്പീരിയൻസിൽ നിന്ന് അവിടെ ആ ഒരു സ്പീഡാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ US-ൽ അത് കണ്ടെത്തി എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ഇൻഫറിങ്. ഇൻഫറിങ് മീൻസ് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. നമ്മളൊരു ഏതെങ്കിലും ഒരു പാർട്ടിലല്ല ഈ ആൻസർ നോക്കേണ്ടത്, പാർട്ട് സിയിൽ നോക്കുമ്പോൾ എസ്പെഷ്യലി ഇൻ അക്കാഡമിക് റൈറ്റിംഗ് റൈറ്റേഴ്സ് ഡു നോട്ട് പ്രസന്റ് ദെയർ ഒപ്പീനിയൻസ് എക്സ്പ്ലിസിറ്റ്ലി. അതായത് വളരെ ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ ദേ ഡോണ്ട് യൂസ് ഇൻ മൈ ഒപ്പീനിയൻ, ഐ തിങ്ക്, അല്ലെങ്കിൽ ഐ ബിലീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല. അത് എന്താണോ അവരുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവർ എന്താണോ അവർ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനകത്ത് അത് ഡയറക്റ്റ് പറയാതെ ത്രൂ ദ ലാംഗ്വേജ് അവർ നമ്മളെ അതിനകത്തേക്ക് ഗൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഇൻഫർ ചെയ്ത് എടുക്കാനുള്ള ഒരു എബിലിറ്റിയാണ് ഇവിടെ അസസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇൻ ബിറ്റ്വീൻ ലൈൻസ് വായിക്കുക. അപ്പൊ ആദ്യത്തേൽ നമ്മൾ നോക്കുമ്പോൾ പറയാം അവിടെ ഒരു ടൈം ലൈനിനുള്ളിൽ US ഇത് ഇംപ്ലിമെന്റ് ചെയ്ത കാര്യമാണ് പറയുന്നത്. ദെൻ ഫൈനൽ സെന്റൻസിൽ റൈറ്റർ ഈസ് സേയിങ് ദാറ്റ് മറ്റ് കൺട്രീസിലെ ഗവൺമെന്റുകളൊന്നും ഇപ്പോഴും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ദേ ഹാവിന്റ് അച്ചീവ്ഡ് ഇറ്റ് അറ്റ് യെറ്റ്. അപ്പോൾ ദേ ഹാവ് ടു ലേൺ ഫ്രം US എക്സ്പീരിയൻസ്. അതായത് US ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പഠിക്കണം. അപ്പൊ US ഹാസ് ഡൺ ഇറ്റ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം എന്നുള്ളതാണ് റൈറ്ററുടെ പറയാതെ പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ടെക്നോളജി ഡെവലപ്ഡ് സെയിങ് എവിടെയാണൊന്ന് മെൻഷൻ ചെയ്യാമോ ടെക്നോളജി ഡെവലപ്ഡ് എന്ന് പറഞ്ഞേക്കുന്നത്? Bindu has one doubt. Technology developed saying എന്ന് പറഞ്ഞിട്ടുണ്ട്. You can comment where you have doubt. I think ഞാൻ ഒന്നുകൂടി ഒന്ന് വായിക്കാം ആ ഒരു ഏരിയ. ടെക്നോളജിയുടെ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് in 2021 the US federal government mandated that patients should have patients അത് വേണമെന്ന് പറയുന്നത് easy electronic access at no charge to all information held in their electronic health records. Today patient can use a readily available patient portal to access all information a clinician might use to make decision about their care in both inpatient and outpatient setting, including primary care and specialist notes, laboratory test results. ആ ടെസ്റ്റ് റിസൾട്ട്സ് ഒക്കെ പേഷ്യന്റ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി എന്തെങ്കിലും അതിനകത്ത് ക്ലിയർ ആവാത്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ്. ഐ വിൽ ക്ലിയർ ഇറ്റ് ലേറ്റർ. വി ക്യാൻ മൂവ് ടു ദി next question. I hope it is clear for everyone. So moving to the next question, I will give you a few minutes time, so you can just read the question and comment your answers in the comment box. So here the question is, what point does the writer make about open access medical records in the second paragraph? What point does the writer make about open access medical records in the second paragraph? As we have already mentioned, the questions will guide you to the correct paragraph. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് മാത്രം വായിച്ചാൽ മതി അല്ലേ? സോ അങ്ങനെ ഒരു ഗൈഡിങ് ഉള്ളതുകൊണ്ട് തന്നെയാണ് പ്ലീസ് ഡോണ്ട് യൂസ് സ്കിം ആൻഡ് സ്കാൻ എന്ന് പറയുന്നത്. സോ ആ ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രേ ഉള്ളൂ. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം, എന്നിട്ട് ആൻസറിലേക്ക് എത്താം. വാട്ട് പോയിന്റ് ഡസ് ദ റൈറ്റർ മേക്ക്? റൈറ്റർ എന്ത് പോയിന്റ് ആണ് അവിടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്തിനെ പറ്റിയിട്ടുള്ള പോയിന്റ്? അബൌട്ട് ഓപ്പൺ ആക്സസ് മെഡിക്കൽ റെക്കോർഡ്സ് എന്നാണ്
ചോദിക്കുന്നത്. So just look at the option. Healthcare organization decided to implement them more quickly than required. Doctors made incorrect assumptions about the effects they would have. Their implementation has affected doctors more than patients. Affected doctors more than patients. Pilot studies on them didn't go as expected. Pilot studies on them didn't go as expected. So we can move to the paragraph. Alle? US clinicians anticipated increased workloads as from about 2000 patients gained access to test results and a decade later to visit notes. But now patient has got access to their own test results and visit notes. So US clinicians, what they anticipated എന്ന് പറഞ്ഞാൽ എന്താ, അവർക്കൊരു അസംഷൻ ഉണ്ടായിരുന്നു, this will create an increased workload, അവരുടെ വർക്ക് ലോഡ് കൂടും എന്ന് US clinicians anticipate ചെയ്തു. എന്തുകൊണ്ട് അങ്ങനെ anticipate ചെയ്തു? From about 2000 patients gained access to test results. Now patients are getting access to their own test results. അപ്പോൾ അവർക്ക് പേഷ്യന്റ് വന്നു പോയി കഴിയുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. സോ അതുകൊണ്ട് അവരുടെ വർക്ക് ലോഡ് കൂടും എന്ന് അവർ ആന്റിസിപ്പേറ്റ് ചെയ്തു. Then വായിക്കൂ. Primary care doctors worried about upset and confused patients contacting them or asking them time-consuming questions during visits. Primary care doctors worried. അവിടെയും അവർ വറി ചെയ്തു, അവരെന്തോ ഒരു കാര്യത്തെ പറ്റി വറി ചെയ്തു, അവരെന്തോ US ക്ലിനീഷ്യൻസ് എന്തോ പ്രതീക്ഷിച്ചു, ഡോക്ടേഴ്സ് കുറെ എന്തൊക്കെയോ വറി ചെയ്യുന്നു അല്ലെ, and requesting changes to what had been written. These concerns were largely unrealized. ഈ കൺസേൺസ് എല്ലാം, ഇതെല്ലാം ഇവരുടെ ഈ കൺസേൺസ് എല്ലാം ഊഹാപോഹങ്ങൾ, സംശയങ്ങൾ, ഇവരുടെ ഈ കൺസേൺസ് എല്ലാം were largely unrealized ആയിരുന്നു. And at the end of year long 2010 pilot, that means അവിടെ ഒരു pilot study 2010 end of the long 2010 pilot, none of the participating doctors, അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന participating doctors choose to turn off access to notes. അവർ ആ ഒരു ഓപ്ഷൻ, അതായത് പേഷ്യന്റിനുള്ള ആക്സസ് ടേൺ ഓഫ് ചെയ്തിരുന്നില്ല. ആ ഒരു പൈലറ്റ് സ്റ്റഡി പീരീഡ് കഴിഞ്ഞിട്ടും participating doctors choose to none of the participating doctors choose to turn off access. അപ്പോൾ ഒരു ഡോക്ടർ പോലും ആ ഒരു ആക്സസ് ടേൺ ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് എടുത്തിരുന്നില്ല. ഇൻഫാക്ട് ദയർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓർഗനൈസേഷൻസ് എന്ത് ചെയ്തു? ചൂസ് ഇൻസ്റ്റീഡ്, അതിന് പകരം എന്ത് ചെയ്തു? ടു എക്സ്പാൻഡ് ആക്സസ് ടു നോട്ട്സ് റിട്ടേൺ ബൈ ക്ലിനീഷ്യൻസ്. ആദ്യം ടെസ്റ്റ് റിസൾട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദെൻ ഇപ്പോൾ നോട്ട്സ് റിട്ടേൺ ബൈ ഓൾ ക്ലിനീഷ്യൻസ്. മറ്റേത് പാർട്ടിസിപ്പേറ്റിംഗ് ഡോക്ടേഴ്സിന്റെ മാത്രം നോട്ട്സിലേക്ക് ആക്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എല്ലാ ക്ലിനീഷ്യൻ. അപ്പോൾ അവർ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർ വിചാരിച്ചു വർക്ക് ലോഡ് കൂടും, അല്ലെങ്കിൽ പേഷ്യന്റുമായിട്ട് ഉള്ള ഒരു കൺസേൺസ് ഉണ്ടാവും, പേഷ്യൻസിന് എപ്പോഴും കുറെ ക്വസ്റ്റ്യൻസ്, ടൈം കൺസ്യൂമിങ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ട്രയൽ പീരീഡ് കഴിഞ്ഞിട്ടും അവർ ആ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സർവീസ് അവർ സ്റ്റോപ്പ് ചെയ്തിരുന്നില്ല. അതിന് പകരമായിട്ട് കൂടുതൽ ഡോക്ടർമാരിലേക്ക് ആ ഒരു സർവീസ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. സോ എന്താണ് അപ്പൊ റൈറ്റർ പറയുന്നത്? നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്യാമോ? If you got the answers, you can comment it. These results have been replicated in hundreds of provider organizations across the country. അപ്പോൾ അത് കൂടുതൽ ഇത് ഈ ഒരു പ്രാക്ടീസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ആൻഡ് ഫോളോ അപ്പ് സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ക്ലിനീഷ്യൻസ് വ്യൂ ഓഫ് ഓപ്പൺ നോട്ട്സ് ബിക്കം മോർ പോസിറ്റീവ് ഓവർ ടൈം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അനന്തു ലിനറ്റ് എല്ലാവരും എയിലേക്കാണ് പോയിരിക്കുന്നത്. വൈ ഇറ്റ് ഈസ് എ? സി, ഐ ഓൾറെഡി ടോൾഡ്, നമ്മൾ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് വായിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. വി ഹാവ് ടു ഇൻഫർ വാട്ട്, ഇവിടെ നമ്മൾ അതിൽ ഡയറക്റ്റ് അല്ല പറഞ്ഞിരിക്കുന്നത്. വാട്ട് പോയിന്റ് ഡസ് ദ റൈറ്റർ മേക്ക്, റൈറ്റർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ദാറ്റ് വി ഹാവ് ടു ഇൻഫർ ഇറ്റ്. അനുമോൾ, അനു, ബി, സി എല്ലാ ആൻസേഴ്സും ഡി ആർക്കെങ്കിലും ഉണ്ടോ?
Okay. First option, healthcare organization decided to implement them more quickly than required. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ more quickly than required എന്ന് പറഞ്ഞിട്ടുണ്ടോ? See, in academic writing, what you have to keep in your mind that they will be talking about a particular point. ഒരു മെയിൻ പോയിന്റ് ഉണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ പറയുന്നത്. US clinicians anticipated എന്ന് പറഞ്ഞാൽ എന്താ? അവർ പ്രതീക്ഷിച്ച കാര്യം. Then primary care doctors worried. എനിക്ക് അങ്ങനെ ഒരു വറി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ എന്റെ കൺസേൺസ് ആണ്. ദീസ് കൺസേൺസ് എല്ലാം അവർ വറി ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അവരെന്താ ആന്റിസിപ്പേറ്റ് ചെയ്തത്? ക്ലിനിഷ്യൻസ് ആന്റിസിപ്പേറ്റഡ് ദിസ് വിൽ ഇൻക്രീസ് ദെയർ വർക്ക് ലോഡ്, അവരുടെ വർക്ക് ലോഡ് കൂട്ടും എന്നുള്ളൊരു ആന്റിസിപ്പേഷൻ ആണ് ക്ലിനിഷ്യൻസിന് ഉണ്ടായിരുന്നത്. ആൻഡ് ഡോക്ടേഴ്സ് വർ വറീഡ് അബൌട്ട് അപ്സെറ്റ് ആൻഡ് കൺഫ്യൂസ്ഡ് പേഷ്യൻസ് കോണ്ടാക്ടിങ് ദം. സോ ഇതൊക്കെ ഈ ഇവരുടെയൊക്കെ ഈ കൺസേൺസ് എന്ന് പറയുന്നത് അൺറിയലൈസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺസേൺ അല്ലായിരുന്നു. ആ ഒരു പൈലറ്റ് സ്റ്റഡി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കൺസേൺസ് ഉണ്ടായിട്ടും ആ ഒരു ട്രയൽ പീരീഡ് കഴിഞ്ഞപ്പോൾ നൺ ഓഫ് ദ പാർട്ടീസ് അവരിത് വേണ്ട എന്ന് ചോദിക്കാൻ തീരുമാനിച്ചില്ല എന്നാ പറയുന്നത്. നൺ ഓഫ് ദി പാർട്ടിസിപ്പേറ്റിംഗ് ഡോക്ടേഴ്സ് ചൂസ് ടു ടേൺ ഓഫ് ആക്സസ് ടു ദ നോട്ട്സ് അല്ലെ. സോ ഇൻ ഫാക്ട് ദെയർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ചൂസ് ഇൻസ്റ്റെഡ് ടു എക്സ്പാൻഡ് ദ നോട്ട്സ് ടു, അവരത് മറ്റ് ക്ലിനിഷ്യൻസിലേക്ക് എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ മോർ ക്വിക്ക്ലി ദാൻ റിക്വയർഡ് എന്നുള്ള ഒരു കാര്യമേ ഇവിടെ പറയുന്നില്ല. ഇവിടെ എല്ലാം അവർ കൺസേൺസ് ആണ്. അപ്പൊ ഡോക്ടേഴ്സിനൊക്കെ ഇനിഷ്യലി ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് ലേറ്റർ ഓൺ അത് തെറ്റാണ് എന്ന് തെളിഞ്ഞു എന്നുള്ളതാണ് ജനറൽ ആയിട്ട് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. സോ ഡെഫിനറ്റ്ലി യെസ്, മോസ്റ്റ് ഓഫ് ദം ആർ കമന്റഡ് ബി എസ് ആൻസർ. സോ ബി ഇസ് ദ ആൻസർ. ഡോക്ടേഴ്സ് മെയ്ഡ് ഇൻകറക്റ്റ് അസംഷൻസ്. അവരുടെ അസംഷൻസ് എന്തായിരുന്നു? ഇൻക്രീസ്ഡ് വർക്ക് ലോഡ് അല്ലെ. they are worried about upset and confused patients and these concerns were largely unrealized. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, വർക്ക് ലോഡ് കൂടും എന്നൊക്കെ കൺസേൺ ഉണ്ടായിരുന്നിട്ട് കൂടി ആ ഒരു സ്റ്റഡി പീരീഡ് കഴിഞ്ഞപ്പോൾ നൺ ഓഫ് ദ ഡോക്ടേഴ്സ്, ഒറ്റ ഡോക്ടർമാരും ഇത് വേണ്ട, ഈ ഒരു ആക്സസ് വേണ്ട എന്ന് പറഞ്ഞില്ല. പകരം എന്താ ചെയ്തത്? അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓർഗനൈസേഷൻസ് അത് മറ്റു ഡോക്ടർമാരിലേക്കും എക്സ്പാൻഡ് ചെയ്തു. മറ്റു ഡോക്ടർമാരുടെ പേഷ്യൻസിനും ആ ഡോക്ടർമാർ എഴുതുന്ന നോട്ട്സിലേക്ക് ആക്സസ് കിട്ടി. So I think it is clear that how option B become answers. If you have any doubts, you can comment it. I will clear it later. Okay. So if it is clear, can we move to the next question? Anyone has any particular doubt in this question? Yeah, it is clear, I think. So just look in the so we have a few more viewers in the YouTube as well. Remya, that's okay. So I think it is clear for you as well. So now we can move to our third question. So here is the third question. You can read the question and try to answer it. So keep in mind that you have to read in between sentences and paragraph to understand what the writer implies. It's part C എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ആൻസേഴ്സ് പ്രതീക്ഷിക്കരുത്. നമുക്ക് തോന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ട് എന്നുള്ളത്, ബട്ട് they most of the time they all are distractors അല്ലെ. അതായത് ഇവിടെ ഇതൊരു അക്കാഡമിക് പീസ് ഓഫ് റൈറ്റിംഗ് ആണ്. മോസ്റ്റ്ലി അങ്ങനെയുള്ള കേസിൽ അവരവരുടെ ഒപ്പീനിയൻ, ഐ ബിലീവ് ഇൻ മൈ ഒപ്പീനിയൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവരുടെ ഒപ്പീനിയൻ ഒന്നും പറയില്ല. യു ഹാവ് ടു റീഡ് ഇൻ ബിറ്റ്വീൻ സെന്റൻസസ് ടു ഇൻഫർ വാട്ട് ദേ ആർ ട്രൈങ് ടു കൺവേ എന്നുള്ളതാണ്. അപ്പൊ നോക്കുക, അവർ ജനറലൈസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ കാര്യത്തെ പിൻ പോയിന്റ് ചെയ്തിട്ടായിരിക്കും ഒരു പാരഗ്രാഫിൽ പറയുക. അത് ഫോളോ ചെയ്തിട്ട് കണ്ടുപിടിക്കുക നോക്കുക. ബിന്ദു കുര്യൻ, confusion with the D option also. I will later on clear it, Bindu. We can move to just pilot studies on them didn't go as expected. D എന്ന് പറഞ്ഞത് pilot studies on them didn't go as expected. എക്സ്പെക്ട് ചെയ്ത പോലെ പോയില്ല എന്നുള്ളതാണ്. അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രാക്ടീസ് അവർ എക്സ്പാൻഡ് ചെയ്യത്തില്ലല്ലോ.
ആ എൻഡ് ഓഫ് ദ ഇയർ ലോങ് പൈലറ്റ്, എൻഡ് ഓഫ് ദ ഇയർ ലോങ് 2010 പൈലറ്റ്, ആ ഒരു പൈലറ്റ് സ്റ്റഡിയുടെ എൻഡിൽ none of the participating doctors choose to turn off the access to notes. അവരത് നിർത്താൻ ഉദ്ദേശിച്ചില്ല, പകരം അത് വ്യാപിക്കുക ചെയ്തു. അപ്പോൾ ദാറ്റ് മീൻസ് പൈലറ്റ് സ്റ്റഡീസ് ആർ സക്സസ്ഫുൾ. അതുകൊണ്ടാണല്ലോ അവർ മറ്റ് ഡോക്ടേഴ്സിന്റെ കേസ് നോട്ട്സിലേക്കും പേഷ്യൻസിന് ആക്സസ് കൊടുത്തത്. സോ വി കനോട്ട് സേ ദാറ്റ് പൈലറ്റ് സ്റ്റഡീസ് ഓൺ ദം ഡിഡിന്റ് ഗോ ആസ് എക്സ്പെക്ടഡ്. അങ്ങനെ പ്രതീക്ഷിച്ച പോലെ പോയില്ല എന്നുള്ളതാണ് ഓപ്ഷൻ. പക്ഷെ പ്രതീക്ഷിച്ച പോലെ പോയതുകൊണ്ടാണല്ലോ അവരത് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നൗ. So moving to next question. Sorry for the interruption. So this is the question. You can read and try to answer the question. What is the writer doing in the third paragraph? മൂന്നാമത്തെ പാരഗ്രാഫിൽ what is the writer is doing? What is the writer doing in the third paragraph? Disputing the results. First option is saying that writer is disputing something, the results of research, into writing notes. B, making suggestions about the best way to write notes. And C, offering a theory about doctors' perceptions of writing notes. Exploring the role that experience plays in writing effective notes. Some studies suggest clinicians are changing the way they document in the wake of open medical records. In one, around 37% of doctors reported spending at least some more time writing notes, but preliminary inquiries using the timestamps from the electronic health records suggest that any increase in time spent in documentation is minuscule, fractions of a second. അത് വളരെ ഇൻക്രീസ്, അപ്പോൾ വലിയ കാര്യമായിട്ട് ഇൻക്രീസ് ഉണ്ടായില്ല എന്ന് പറയാം. Some studies suggest clinicians are changing the way they document. Clinicians are changing the way they document in the wake of open medical records. Open medical records വന്നതുകൊണ്ട് clinicians are changing the way they document എന്ന് പറഞ്ഞേക്കുന്നത്. In one, around 37% of doctors reported spending at least some more time writing notes. ഒരു 37% of doctors റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി കൂടുതൽ നോട്ട്സ് എഴുതാനായിട്ട് കുറച്ചും കൂടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ 37% ഡോക്ടേഴ്സും അങ്ങനെ റിപ്പോർട്ട് ചെയ്തു, അവർ റിപ്പോർട്ട് ചെയ്തു എന്നാ പറഞ്ഞേക്കുന്നത്, എടുക്കുന്നു എന്നുള്ളതാണ്. ബട്ട് എന്ന് പറഞ്ഞാൽ അതിന് 37% ആൾക്കാർ അങ്ങനെ പറഞ്ഞു. പക്ഷേ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവരവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു എന്ന് 37% പേരും അവകാശപ്പെട്ടപ്പോൾ, ബട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് റൈറ്റർ പറയുന്നത്. പ്രിലിമിനറി ഇൻക്വയറീസ് യൂസിങ് ടൈം സ്റ്റാമ്പ്സ് from electronic health records suggest that any increase in time spent in documentation is minuscule. That means fractions of വളരെ നാമമാത്രമായിട്ടുള്ള ഒരു ഇൻക്രീസ് മാത്രമാണ് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് അവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. It is likely that doctors learn. It is likely, ഇങ്ങനെ തോന്നുന്നു, ഇതിനാണ് സാധ്യത. അതായത് റൈറ്റർ is suggesting something. It is likely that doctors learn to think differently about how to document, particularly when new to the practice of open medical records. Such additional cognitive burden make it feel as if they are spending more time writing, even though direct measurement indicates no change. ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് ആൻസർ അല്ലെ. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ്, ഇതുകൊണ്ടായിരിക്കാം, ദാറ്റ് ഡോക്ടേഴ്സ് ലേൺ ടു തിങ്ക് ഡിഫറെന്റ്ലി അബൌട്ട് ഹൗ ടു ഡോക്യുമെന്റ് when new to the practice of open medical records. ആ ഒരു പ്രാക്ടീസ്, അതായത് ഈ ഒരു ഓപ്പൺ മെഡിക്കൽ റെക്കോർഡ്സ് എന്നുള്ള പ്രാക്ടീസിലേക്ക് പുതുതായിട്ട് വന്നപ്പോൾ ഡോക്ടേഴ്സ് ലേൺ ടു തിങ്ക് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ പഠിച്ചു. ഹൗ ടു ഡോക്യുമെന്റ്, ഇതിനെ എങ്ങനെയൊക്കെ ഡോക്യുമെന്റ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത ഡോക്ടർമാരിൽ ഉണ്ടാക്കി. ആ ഒരു കോഗ്നിറ്റീവ് ചിന്തയിലുണ്ടായ മാറ്റം, ബേർഡൻ, മേ മേക്ക് ഇറ്റ് ഫീൽ, അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വ്യത്യസ്തമായിട്ട് എങ്ങനെ ഡോക്യുമെന്റേഷൻ നടത്താം എന്നുള്ള ചിന്ത ഡോക്ടർമാരിൽ വന്നു, പുതിയൊരു സിസ്റ്റം വന്നപ്പോൾ. ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. എന്ത്? ദേ ആർ സ്പെൻഡിങ് മോർ ടൈം റൈറ്റിംഗ് ഈവൻ ദോ, അങ്ങനെയല്ലേ എന്നിരുന്നാലും
ഡയറക്റ്റ് മെഷർമെന്റ്, അതിന്റെ ഒരു ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താ? നോ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ആസ് ഡോക്ടേഴ്സ് ബിക്കം അക്കസ്റ്റംഡ് ടു റൈറ്റിംഗ് ഇൻ ദിസ് വേ സച്ച് സ്ട്രെയിൻ മേ വെൽ ഈസ്. ഇനി അവര് ഈ ഒരു സിസ്റ്റത്തിലേക്ക്, ഈ ഒരു ഡോക്യുമെന്റേഷനിലേക്ക്, ആ ഒരു പ്രാക്ടീസിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ആ ഒരു സ്ട്രെയിൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ വരുന്നത്? സോ ആൻസർ ഈസ് സി. That is, writer is offering a theory about doctors' perceptions of writing note. ഡോക്ടേഴ്സിന്റെ പെർസെപ്ഷൻസ് അതിനെ പറ്റിയിട്ടുള്ള ഒരു തിയറിയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഡോക്ടർമാർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. 37% ഓഫ് ഡോക്ടേഴ്സ് കമന്റ് ചെയ്ത് എന്താ? ദേ ആർ സ്പെൻഡിങ് സം മോർ ടൈം ഇൻ റൈറ്റിംഗ് നോട്ട്സ്. ആ നോട്ട്സ് എഴുതാനായിട്ട് അവർ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു ഇങ്ങനെ ഒരു സിസ്റ്റം വന്നതുകൊണ്ട് എന്ന് അവർ അഭിപ്രായപ്പെട്ടു. പക്ഷേ അവര് ആ ഒരു ഇലക്ട്രോണിക്സ് റെക്കോർഡ്സ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിൽ അവർ ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് അവർ അത് മെഷർ ചെയ്യുമ്പോൾ അങ്ങനെ വന്നേക്കുന്ന ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, കൂടുതൽ ടൈം ഒന്നും അവർ സ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സിന് അങ്ങനെ അഭിപ്രായപ്പെട്ടത്, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയതിനുള്ള ഒരു തിയറിയാണ് നമ്മുടെ റൈറ്ററോട് സജസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഇറ്റ് ഈസ് ലൈക്ലി, ഇതുകൊണ്ടാവാം. എന്തുകൊണ്ട്? ദ ഡോക്ടേഴ്സ് ലേൺ ടു തിങ്ക് ഡിഫറെന്റ്ലി അബൌട്ട് ഹൗ ടു ഡോക്യുമെന്റ്. എങ്ങനെ ഡോക്യുമെന്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഒരു പുതിയ സിസ്റ്റം വന്നപ്പോൾ, പർട്ടിക്കുലർലി ആ സിസ്റ്റം പുതിയതാവുമ്പോൾ നമുക്കൊരു കൺസേൺസ് ഉണ്ടാവും. ഇത് ഈ രീതിയിലൊക്കെ ചെയ്യണമല്ലോ എന്നുള്ളൊരു കൺസേൺസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഇറ്റ് മേക്ക് ദം ഫീൽ, അത് ആ ഒരു ചിന്ത ഡോക്ടർമാരിൽ എന്ത് ഫീലിംഗ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ദേ ആർ സ്പെൻഡിങ് മോർ ടൈം, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു ചിന്ത അവരിൽ ഉണ്ടാക്കി. ഈവൻ ദോ ഡയറക്റ്റ് മെഷർമെന്റ്സ് ഇൻഡിക്കേറ്റ് നോ ചേഞ്ച്. ഡയറക്റ്റ് മെഷർമെന്റ് എടുത്തപ്പോൾ വേറെ വലിയ ചേഞ്ച് ഒന്നുമില്ല. ചേഞ്ച് ഇല്ലെങ്കിൽ കൂടെ അങ്ങനെയുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് അവർക്കുണ്ടായ തോന്നലാണ് അതെന്നാ പറയുന്നത്. ദെൻ വെൻ ദേ ബിക്കം അക്കസ്റ്റംഡ് ടു റൈറ്റിംഗ് ഇൻ ദിസ് വേ, ഈ ഒരു രീതിയിലേക്ക് അവര് പ്രാക്ടീസിലൂടെ വന്നു കഴിയുമ്പോൾ ഈ ഒരു സ്ട്രെയിൻ അവർക്ക് ഇല്ലാതായി മാറും എന്നുള്ള ഒരു തിയറിയാണ് റൈറ്റർ ഈസ് പുട്ടിംഗ് ഫോർവേഡ്. ഈസ് ഇറ്റ് ക്ലിയർ? Our answer is C. Any doubts? I hope it is clear. Yes, so now we can move to our next question. This is our next question, and there are two questions based on the single paragraph. Okay, so this is what I mentioned in the first part. There are some questions to text your understanding of vocabulary in the context. ഒരു vocabulary ആ ഒരു particular context ഉള്ള vocabulary, usage of a particular word or a phrase എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യന് എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫ്രേസ് കൊടുത്തിട്ടുണ്ട്, അത് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Okay, so now you can read and try to answer the question. Let's do the first question first. In the writer's opinion, again writer's opinion enna choichekkunne. So don't directly jump for the answer. Read in between the sentences. Try to understand what the writer is trying to convey in an implicit manner. You have to infer what the writer is trying to say or convey to the reader. Okay. In the writer's opinion, the policy of open record has not led to an increase in lawsuits because. In the writer's opinion, the policy of open records has not led to an increase in the lawsuits because. അതൊരു നിയമ പോരാട്ടങ്ങളിലേക്ക് നയിച്ചിട്ടില്ല, കൂടുതൽ വന്നിട്ടില്ല. എന്തുകൊണ്ടെന്നുള്ളതാണ് റൈറ്ററുടെ അഭിപ്രായം എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. So just look at the paragraph. Clinicians worried. Cliniciansന്റെ worry പറ്റിയിട്ടാണ് പറയുന്നത്. Initially about how transparent medical records may engender adversarial patient or clinician relationship and increase doctor's liability. അപ്പോൾ ഒരു പേഷ്യന്റ് ക്ലിനിഷ്യൻ റിലേഷൻഷിപ്പിനെ എങ്ങനെ അത് ബാധിക്കും, അല്ലെങ്കിൽ ഡോക്ടർക്ക് എന്ത് ലയബിലിറ്റി, കൂടുതൽ ലയബിലിറ്റി വരും എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ടായിരുന്നു ക്ലിനിഷ്യൻസിന് വറി
ചെയ്യുന്നുണ്ടായിരുന്നത്. So trusting relationship are known to diminish the risk of litigation even when error occurs. Thus, US overall experience suggests that open and transparent communication increases trust among patients, families, and clinicians. The movement to encourage disclosure and apology when problems arise, which has spread across US states in recent years, provide further reassurance. Studies indicate that increased transparency, disclosure, and apology may decrease the chance that patients and families will file lawsuits. Furthermore, insurers state that open medical records do not seem to increase the risk that patients will allege malpractice. Bindu Kurian commented answer B. Having access to information leads people to have greater confidence in their doctors. Yes, you are right, Bindu. Answer is B. I hope everyone got it. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. Having access to information lead people to have greater confidence in their ഡോക്ടർ എന്നുള്ളതാണ് ഓപ്ഷൻ അല്ലെ. ക്ലിനീഷ്യൻസിന് ഇങ്ങനെ ഒരു വറി ഉണ്ടായിരുന്നു. ട്രസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആർ നോൺ ടു ഡിമിനിഷ് the risk of litigation even when error occurs, and the US overall experience suggests that open and transparent communication increases trust among patients, families, and clinicians. അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അല്ലെ. ഹാവിങ് ആക്സസ് ടു ഇൻഫർമേഷൻ ലീഡ് പീപ്പിൾ ടു ഹാവ് ഗ്രേറ്റർ കോൺഫിഡൻസ് ഇൻ ദ ഡോക്ടേഴ്സ്. അപ്പോൾ അവർക്ക് ഡോക്ടേഴ്സിൽ ഉള്ളൊരു ക്ലിനീഷ്യൻസിലുള്ളൊരു ട്രസ്റ്റ് ഇൻ ബിറ്റ്വീൻ പേഷ്യൻസും ഫാമിലീസ് ആൻഡ് ക്ലിനീഷ്യൻസിലൊരു ട്രസ്റ്റ് കൂടി. ദ മൂവ്മെന്റ് to encourage disclosure and apology when problem arise, which has spread across US states in recent years, provides further reassurance. Studies indicate that increased transparency, disclosure, and apology may decrease the chance that patients and families will file lawsuits. അപ്പോൾ increased transparency, ഡിസ്ക്ലോഷർ ഇതൊക്കെ കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നാണ് സംഭവിച്ചത്? ലോസ്യൂട്ട്സ് കുറയുന്നു എന്ന്. അപ്പൊ ഇതുകൊണ്ട് എന്തായിരുന്നു ആദ്യം സംഭവിച്ചത്? എന്തായിരുന്നു? അതുകൊണ്ട് എങ്ങനെയാണ് ആ ലോസ്യൂട്ട്സ് കുറയാൻ കാരണം? ഇറ്റ് ഇൻക്രീസ് ദ ട്രസ്റ്റ് എമംഗ് പേഷ്യൻസ്, ഫാമിലി ആൻഡ് ക്ലിനീഷ്യൻസ്. സോ ഹാവിംഗ് ആക്സസ് ടു ഇൻഫർമേഷൻ ലീഡ്സ് പീപ്പിൾ ടു ഹാവ് ഗ്രേറ്റർ കോൺഫിഡൻസ് ഇൻ ദെയർ ഡോക്ടേഴ്സ്. ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ലോസ്യൂട്ട്സ് കുറയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. So now we can move to our next question. In the fourth paragraph, if you have any doubts, you can comment. Okay. Otherwise, I am moving to the next question. In the fourth paragraph, the writer believes that further assurance is being given to. Further assurance, sorry, it's not assurance, further reassurance. Okay, I missed something. Further reassurance is given to. എന്താണ് ആൻസർ? അതിന്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യാമോ? ബിന്ദു, ഓപ്ഷൻ എ. എനി അതർ ആൻസേഴ്സ്? വാട്ട് അബൌട്ട് ഇൻ യൂട്യൂബ്? ഐ തിങ്ക് ഓക്കെ. എ ആണോ? റീഅഷ്യൂർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സോ നമ്മൾ സ്പീക്കിംഗിൽ, OIT സ്പീക്കിങ്ങിലൊക്കെ പറയണേ റീഅഷ്യൂർ യുവർ പേഷ്യന്റ്. അപ്പൊ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? അപ്പൊ പേഷ്യന്റ് ഹാവ് സം കൺസേൺസ്, അല്ലെങ്കിൽ പേഷ്യന്റ് ഇസ് വറീഡ്, അങ്ങനെയുള്ള പേഷ്യൻസ്, കൺസേൺഡ് അല്ലെങ്കിൽ വറീസ് ഉള്ള പേഷ്യൻസിനെയാണ് നമ്മൾ റീഅഷ്യൂർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫോർത്ത് പാരഗ്രാഫിൽ ഫർദർ റീഅഷ്യൂറൻസ് ഈസ് ബീയിങ് ഗിവൺ ടു ആർക്ക് എന്നുള്ളതാണ് അറിഞ്ഞേക്കുന്നത്. ഡോണ്ട് വറി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കുക, സ്റ്റാർട്ടിങ് തുടങ്ങി വായിച്ചോക്കെ. ആരുടെ വറിയെ പറ്റിയിട്ട് അവർ ആദ്യമേ പറഞ്ഞു തുടങ്ങിയേക്കുന്നത്? ഇൻട്രോഡക്ടറി സെന്റൻസ് തന്നെ ഒന്ന് വായിച്ചു നോക്കൂ. ഹൂ ഈസ് ഗെറ്റിംഗ് വറീഡ്? Yeah. Now I think now you got the correct answer. അല്ലെ, ക്ലിനീഷ്യൻസ് worried initially. ക്ലിനീഷ്യൻസിന് കുറച്ച് worries ഉണ്ടായിരുന്നു.
അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നുള്ളത്. ആൻഡ് ദ US ഓവറോൾ എക്സ്പീരിയൻസ് സജസ്റ്റ് ദാറ്റ് അവരെന്ത് സജസ്റ്റ് ചെയ്തു, ഇത് ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ട്രസ്റ്റ് കൂട്ടി. The movement to encourage disclosure and apology when problem arise, which has spread across US states in recent years, provide further reassurance. അല്ലെ, കൂടുതൽ reassurance കൊടുത്തു. അപ്പൊ ആർക്കാ reassurance കൊടുത്തത്? Yes, I hope everyone got it. Answer is C. Yeah. In YouTube, Ramya commented D. Ramya, is it is clear now? Not D. US states ന്റെ കാര്യം അവിടെ പറയുന്നില്ല. It's C. അല്ലെ, ക്ലിനീഷ്യൻസിനാണ് പറഞ്ഞത്. ക്ലിനിഷ്യൻസിന്റെ വറിയെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. Okay. Now I think we can move to our next question. Okay. Further challenges. Sorry. The question is, what point does the writer make about vulnerable patients? So we have a keyword over here, vulnerable patient. What point does the writer make about vulnerable patients? Current legislation is not robust enough to protect them. Keeping their data safe is not just the responsibility of doctors. They are insufficiently informed about the way open records may endanger them. They are insufficiently informed about the way open records may endanger them. Keeping information from them puts them more at risk than including it in their electronic records. Keeping information from them puts them more at risk than including it in their electronic records. Okay, now read the paragraph. Further challenges accompanying the rollout of open medical records remain. So there are still challenges. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇത് റോൾ ഔട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സ്റ്റിൽ സം ചലഞ്ചസ് ആർ ദെയർ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് ഫസ്റ്റ് ടോപ്പിക് സെന്റൻസിലേക്ക്. സി, അപ്പോൾ ഓരോ സെന്റൻസും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇത് വായിച്ചിട്ട് അതിൽ ലിങ്ക് കൊടുത്തിട്ടാണ്, അതായത് യു ഹാവ് ടു റീഡ് ഇൻ ബിറ്റ്വീൻ സെന്റൻസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ എന്തോ ഒരു ചലഞ്ചസ് ഉണ്ട് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിനകത്ത്. അപ്പൊ അതെന്തായിരിക്കും? ക്ലിനിഷ്യൻസ് ഹാവ് കൺസേൺസ് about well-being of their most vulnerable patients. Clinicians concerns ഉണ്ട്, such as those experiencing domestic violence. US regulations allow clinicians to withhold information from the patient portal if they believe it might harm an individual patient or another patient. So what the regulations allow clinicians is that they can withhold any information from patient portal when if they believe that information might harm an individual or another patient. Yet it is unlikely that all doctors and patients are aware of this exception. എല്ലാ പേഷ്യൻസിനും ഡോക്ടേഴ്സിനും ഇങ്ങനെ ഒരു എക്സെപ്ഷൻ ചെയ്യാം എന്നുള്ളത് ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു അവയർനെസ് ഇല്ല. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കുഡ് ഹെൽപ്പ് എൻഷുർ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അപ്പൊ ഡോക്ടേഴ്സ്, എല്ലാ ഡോക്ടേഴ്സിനും അവയർനെസ് ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് മീൻസ് ഡോക്ടേഴ്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ആ കാര്യം ഇരിക്കുന്നത്. വേറെ ആർക്കും എന്ത് ചെയ്യാം? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് കുഡ് ഹെൽപ്പ്, അവർക്കും ഇതിനകത്തൊരു റോൾ ഉണ്ട്. എൻഷുർ ദ സേഫ്റ്റി ഓഫ് സച്ച് വൾണറബിൾ പേഷ്യൻസ് ബൈ പ്രൊവൈഡിങ്, എന്താണ് ചെയ്യേണ്ടത്? ട്രെയിനിങ് കൊടുക്കണം അല്ലെ, ടു ക്ലിനിഷ്യൻസ് ആൻഡ് പേഷ്യൻസ്. സോ ദർ ഈസ് എ പ്രൊവിഷൻ ദാറ്റ് clinicians can withhold information from the patient portal if they believe it might harm an individual patient or another person. But the case is that not all doctors or patients are aware of this exception. So what in that case a healthcare organization can do is that they can provide training to clinicians and patients. Electronic another. So അവിടെ അടുത്ത ആൾക്കാരെ പറ്റി ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. Then what next? Electronic health record vendors could also അവർക്കും ചെയ്യാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ. They could also do that. Healthcare organization could also do that. Could help. അവർക്കും പറ്റും. വെൻഡേഴ്സിനും ചെയ്യാൻ പറ്റും. Design provider functions. അവർക്ക് ചില ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം that facilitate trauma informed care.
including options to create confidential notes. Confidential note create ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലേ? And enhanced privacy settings that allow patients greater control over what information is available on the portal. So what is the answer? Any answers? I hope it is clear for you. What is the answer? See, what point does the writer make? Writer എന്ത് point ആണ് അവിടെ make ചെയ്യുന്നത്? Yes, B. Anmol has commented as answer as B. Keeping their data safe is not just responsibility of doctors എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? സി ഇവിടെ പറയുന്നുണ്ട് ഡോക്ടേഴ്സിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ എല്ലാ ഡോക്ടേഴ്സും അത് അറിവില്ല. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം? മറ്റുള്ളവർക്കും അത് ചെയ്യാം. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും അത് ചെയ്യാം. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കുഡ് ഓൾസോ ഹെൽപ്പ് and also electronic health record vendors could also help എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ apart from doctors what others can do എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ജസ്റ്റ് ഇതാണ് പറഞ്ഞത്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ട്രെയിനിങ് കൊടുക്കാം, ഡോക്ടേഴ്സിനെയും പേഷ്യൻസിനും അതിന്റെ മൊത്തം ഒരു ഇതിനെ പറ്റിയിട്ട് ട്രെയിനിങ് കൊടുക്കാം. ദെൻ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് വെൻഡേഴ്സിന് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള പർട്ടിക്കുലർ ഇതിലേക്ക് ഡിസൈൻ ചെയ്ത് പ്രൊവൈഡർ ഫംഗ്ഷൻസ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. വിച്ച് മീൻസ് ഡോക്ടർ ഈസ് ട്രൈങ് ടു കൺവേ ദാറ്റ് keeping their data safe is not just the responsibility of doctors. ഡോക്ടേഴ്സിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ലാതെ others can also help എന്നാണ് പറഞ്ഞേക്കുന്നത്. സി വേറെ ഡിഫറെന്റ് കമന്റുകൾ വന്നിട്ടുണ്ട് അല്ലെ? സി എന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ദേ ആർ ഇൻസഫിഷ്യന്റ്ലി ഇൻഫോംഡ് അബൌട്ട് ദ വേ ഓപ്പൺ റെക്കോർഡ്സ് മേ എൻഡേഞ്ചർ ദം. ദേ ആർ, ഈ ദേ എന്ന് പറഞ്ഞ ആരാ? vulnerable patients അല്ലെ? ആർ ഇൻസഫിഷ്യന്റ്ലി ഇൻഫോംഡ്, കൃത്യമായിട്ട് അവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല അബൌട്ട് ദ വേ ഓപ്പൺ റെക്കോർഡ്സ് മേ എൻഡേഞ്ചർ ദം, അവരെ എങ്ങനെ അപകടത്തിലാക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്കൊരു ഇൻഫർമേഷൻ കൊടുത്തില്ല. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവര്? ഉണ്ടോ? ഒരു ഇൻസഫിഷ്യന്റ് ഇൻഫർമേഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ അവിടെ പറയുന്നത്? അതായത് ഒരു ഇൻഫർമേഷനെ പറ്റി പറയുന്നത് US regulations allow clinicians to withhold information. ഇപ്പൊ ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ they can withhold. Clinicians have the right to withhold that information from being entered into the portal. ആ പോർട്ടലിലേക്ക് എൻ്റർ ചെയ്യുന്നതിൽ നിന്ന് അതിന് മാറ്റിവെക്കാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺലൈക്ലി ദാറ്റ് ഓൾ ഡോക്ടേഴ്സിനും പേഷ്യൻസിനും ഇങ്ങനെ അത് മാറ്റിവെക്കാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സംഷനെ പറ്റിയിട്ട് അവർക്ക് അറിയില്ല. അപ്പൊ അതിന് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ട്രെയിനിങ് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബി വളരെ ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവരെ സഫീഷ്യന്റ്ലി, അതായത് ഹെൽത്ത് വൾണറബിൾ പേഷ്യൻസിനെ മാത്രം insufficiently informed ആണെന്ന് പറയാൻ പറ്റില്ല. ഈവൻ ഡോക്ടേഴ്സ് ആർ ഓൾസോ നോട്ട് നോൺ അബൌട്ട് ദിസ് എക്സെപ്ഷൻ some cases. So that is why our answer becomes B. I hope it is clear for everyone. Okay, so time is running. Okay, we can move to our next question. If you have any doubts regarding any particular question number, you can comment it on the comment box later as well. I will clear it. Okay. So next question is in the 6th paragraph the writer suggests that writer is making some, so see almost എല്ലാ ക്വസ്റ്റ്യനും എന്ന് പറയുന്നത് it's not direct one. We have to infer what writer means, what is the writer opinion, so you have to read in between sentences അല്ലേ? In the 6th paragraph the writer suggests that another issue currently under debate in the US is when test results should be released to patients. In the past, with the common sense expectation that clinicians would first communicate with patients, mostly health systems choose to delay the release of some findings such as pathology examination, medical imaging reports, or cardiac monitoring. In contrast, the new US rules mandate instantaneous release of virtually all results regardless of whether they suggest bad tidings. So look how the writer started his paragraph, 6th paragraph. And in the 6th paragraph starting തന്നെ പറയുന്നത് another issue എന്നാണ് പറയുന്നത്. ഒരു ഇഷ്യൂ ആണ് currently under debate.
അപ്പോൾ ഈ പർട്ടിക്കുലർ സിസ്റ്റത്തിന് ഒരു ഇഷ്യൂ ഉണ്ട്, അതിന്റെ ഒരു നെഗറ്റീവ് സൈഡാണ് റൈറ്റർ പറയുന്നത്. സോ ദേ ആർ സോ ത്രൂ ദിസ് പാരഗ്രാഫ് ദ റൈറ്റർ ഇസ് മെൻഷനിങ് സംതിങ് that has negative that is a negative of this particular open record. ഇതുവരെ റൈറ്റർ അതിനെ പോസിറ്റീവ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടൊരു കാര്യമാണെന്ന് പറയുന്നത് അല്ലെ. ഓപ്ഷൻസിലേക്ക് വെക്കാം. There is some news which is best given by a doctor. Some US health system are trying to bypass a new rule. Test results should be checked by a doctor before patients get access to them. New rules on access to results fail to distinguish between different types of tests. In the sixth paragraph, writer suggests, റൈറ്ററിന്റെ സജഷൻ എന്താണ്, റൈറ്റർ എന്താണ് അതിലൂടെ സജസ്റ്റ് ചെയ്യുന്നത് എന്ന്. അപ്പൊ റൈറ്റർ എന്താ പറയുന്നത്, ഒരു ഇഷ്യൂ ഉണ്ട്. എന്ത് ഇഷ്യൂ എന്ന് പറഞ്ഞേക്കുന്നത്, the test results should be released to patients. അതായത് ഇൻ ദ പാസ്റ്റ്, മുൻപ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞേക്കുന്നത്, മുമ്പ് എങ്ങനെ വിത്ത് ദ കോമൺ സെൻസ് എക്സ്പെക്ടേഷൻ, അതൊരു കോമൺ സെൻസ് വെച്ചിട്ട് ക്ലിനീഷ്യൻസ് വുഡ് ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ടു പേഷ്യന്റ് അല്ലെ. മോസ്റ്റ് ഹെൽത്ത് സിസ്റ്റംസ് ചൂസ് ടു ഡിലേ ദ റിലീസ് ഓഫ് സം ഫൈൻഡിങ്സ്. ആ ഒരു ചില ഫൈൻഡിങ്സ് അവർ ഹോൾഡ് ചെയ്ത് വെക്കും, അത് ഡോക്ടർ ആദ്യം എന്ത് ചെയ്യും, പേഷ്യന്റുമായിട്ട് സംസാരിക്കും. സച്ച് എസ് പാത്തോളജി എക്സാമിനേഷൻസ്, മെഡിക്കൽ ഇമേജിംഗ് റിപ്പോർട്ട്സ്, കാർഡിയാക് മോണിറ്ററിംഗ്. ഇൻ കോൺട്രാസ്റ്റ്, അതിന് നേരെ വിപരീതമായിട്ട്, അപ്പൊ അതൊരു ഇഷ്യൂ ആണെന്നാണ് പറയുന്നത്, അതിന് നേരെ വിപരീതമായിട്ട് എന്താ സംഭവിക്കുന്നത്, ന്യൂ US റൂൾ മാൻഡേറ്റ് ഇൻസ്റ്റന്റേനിയസ് റിലീസ്. അപ്പൊ തന്നെ വെർച്വലി ഓൾ റിസൾട്ട്സ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദേ സജസ്റ്റ് ബാഡ് ടൈഡിങ്സ്. ഒരു ബാഡ് ഔട്ട്കം ആണെങ്കിൽ കൂടെ അത് ഇൻസ്റ്റന്റേനിയസ് റിലീസ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ റൈറ്റർ ഈസ് സെയിങ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ അല്ലെ. അപ്പൊ വാട്ട് റൈറ്റർ സജസ്റ്റ് ഈസ് ദാറ്റ് test results should be checked by a doctor before patient get access to them. Our answer is C. I think Jisha has commented it as C. It is clear. I think Bindu D like new rules on access to results fail to distinguish between different types of test. അതിന് ടൈപ്സ് ഓഫ് ടെസ്റ്റിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് ന്യൂ റൂൾസ് ഓൺ ആക്സസ് ടു റിസൾട്ട്സ് ഫെയിൽ ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയുക, മാൻഡേറ്റ് ഇൻസ്റ്റന്റേനിയസ് റിസൾട്ട്സ് ഓഫ് ഓൾ റിസൾട്ട്സ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദേ സജസ്റ്റ് ബാഡ് ടൈഡിങ്സ്. അതായത് ഇപ്പൊ ഒരു റിസൾട്ട് വരുന്നത് ബാഡ് ആണോ ഗുഡ് ആണോ എന്നുള്ളത് നോക്കിയിട്ടല്ല, എല്ലാ റിസൾട്ട്സും ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് വിടണം, പോർട്ടലിൽ അപ്ലോഡ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു റൂൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈപ്സ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ട്. ഇറ്റ്സ് നോട്ട് ഇവിടെ ടൈപ്സ് ഓഫ് ടെസ്റ്റിനെ പറ്റിയിട്ടല്ല മെയിൻ ആയിട്ട് റൈറ്റർ സജസ്റ്റ് ചെയ്യുന്നത്, ദ ഔട്ട്കം ഓഫ് ദ ടെസ്റ്റ്. ഏത് ടെസ്റ്റ് ആയാലും അതിന്റെ ഔട്ട്കം വെച്ചിട്ടാണ് നോക്കുന്നത്. ഇപ്പൊ ചിലവർക്ക് അത് ചെയ്യുമ്പോൾ കുഴപ്പമില്ലായിരിക്കാം, ചിലവർക്ക് അത് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവായിരിക്കാം. പക്ഷെ നമ്മളത് ഡയറക്ട്ലി പറയുമ്പോൾ ഔട്ട്കം അനുസരിച്ചിട്ടാണ് അത് മുന്നോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിന് മാറ്റിയിട്ട് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് വരുന്നത് ഒരു പ്രശ്നമാണെന്നാണ് പറയുന്നത്. വാട്ട് റൈറ്റർ ഈസ് ട്രൈങ് ടു സജസ്റ്റ് ഈസ് ദാറ്റ് അത് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്, ഡോക്ടർ ചെക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പേഷ്യൻസിന് അതിന് ആക്സസ് കിട്ടുന്നതിന് മുന്നേ ഡോക്ടർ നോക്കി പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നുള്ളതാണ് അവർ കൺവേ ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Moving to our last question. In the final paragraph, the phrase creative combination is used to suggest that making open records work is the responsibility of both patients and doctor, may require people and organizations to think in new way, means accepting that different groups of patients will use them differently, will depend on people accepting that there are both risk and benefits to using them. Will depend on people accepting that there are both risk and benefits to using them. Okay, you can try to answer it. Challenges such as these are not insolvable. ഇങ്ങനെയുള്ള challenges insolvable ആണ്, അങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും പരിഹരിക്കാൻ പറ്റില്ല. But they will take a creative combination. Words creative ആയിട്ട് ചിന്തിക്കുക. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കുക. ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുക മീൻസ് ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കുക, പുതിയ രീതിയിൽ ചിന്തിക്കുക, പുതിയ രീതിയിൽ ചിന്തിക്കുക എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അല്ലെ. അപ്പൊ ക്രിയേറ്റീവ് കോമ്പിനേഷൻ ഓഫ് മിക്സ് ഓഫ് അവരുടെ രണ്ട് കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് കൂട്ടരുണ്ടാവണം അല്ലെ. അപ്പൊ എന്തൊക്കെയാ, കൾച്ചറൽ ആൻഡ് ടെക്നിക്കൽ അഡാപ്റ്റേഷൻസ് ടു റിസോൾവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് വുഡ് ബി ദ ആൻസർ, എന്തായിരിക്കും ആൻസർ വരിക?
ക്രിയേറ്റീവ്, ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കുക. ക്രിയേറ്റീവ് ആയിട്ട് ഇന്നോവേറ്റീവ് എന്ന് പറഞ്ഞാൽ, ഇന്നോവേറ്റീവ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക, ഒരു പുതിയ രീതിയിൽ. അപ്പൊ ന്യൂ വേസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലെ. ന്യൂ വേസ്, ക്രിയേറ്റീവ് കോമ്പിനേഷൻ ഓഫ് കൾച്ചറൽ പാരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുമ്പോൾ വി ക്യാൻ റിലേറ്റ് ഇറ്റ് ടു പീപ്പിൾ അല്ലെ. ആൻഡ് ടെക്നിക്കൽ നോളജ് ആർക്കാണ് കൂടുതലുള്ളത്? ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് അല്ലെ ഉള്ളൊരു ക്രിയേറ്റീവ് കോമ്പിനേഷൻ ആണ് അഡാപ്റ്റേഷൻസ്. അവര് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം ടു റിസോൾവ്. സോ ദിസ് മേ റിക്വയർ, ആൻസർ ഇസ് ബി. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ എവരിവൺ. ആൻസർ ഇസ് ബി. മേ റിക്വയർ പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻ to think in new ways. So by that we finished our part C session. So what I have to remind you that don't look for direct answers in part C. You have to always read in between sentences and paragraph and understand the gist of the text and try to infer what the writer is trying to convey. സോ മോസ്റ്റ്ലി നമുക്ക് ഇംപ്ലിസിറ്റ്ലി ആയിരിക്കും എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. എക്സ്പ്ലിസിറ്റ്സ് ആയിട്ട് അവരൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. സോ വായിച്ചു നോക്കുക. അപ്പൊ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾവേസ് ട്രൈ ടു കീപ് ഇൻ മൈൻഡ് ദാറ്റ് ഓരോ പാരഗ്രാഫിലും അവരൊരു മെയിൻ ഐഡിയ ഫോക്കസ് ചെയ്തായിരിക്കും സംസാരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നതെങ്കിൽ അത് ഫസ്റ്റ് സെന്റൻസ്, ടോപ്പിക് സെന്റൻസ് വായിച്ചാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഹിയർ ഓൾസോ വി ക്യാൻ സീ ദാറ്റ് അനദർ ഇഷ്യൂ എന്ന് പറഞ്ഞ തുടങ്ങുന്നത്. അപ്പൊ അവരൊരു ഇഷ്യൂവിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇതുവരെ റീഡ് ഇൻ ബിറ്റ്വീൻ പാരഗ്രാഫ്, മുന്നത്തെ പാരഗ്രാഫിലൊക്കെ എങ്ങനെ റൈറ്റർ അതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത്? ഹി ഓൾവേസ് സെഡ് സംതിങ് പോസിറ്റീവ്ലി അബൌട്ട്, ബട്ട് ഈ ഒരു പാരഗ്രാഫിൽ അനദർ ഇഷ്യൂ എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഹീസ് സേയിങ് സംതിങ് അബൌട്ട് ദി ബാഡ് സൈഡ് ഓഫ് ദിസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കൺസേൺ ആണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ ഇൻഫർ ചെയ്തിട്ട് വേണം ഓപ്ഷൻസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. സോ ഐ ഹോപ്പ് ദ സെഷൻ വാസ് ക്ലിയർ ഫോർ യു. So people over here, you can please comment in the comment box if you have any doubts. I will later on clear it. So I think it's the time to wind up. So we can meet another day with another reading session. Thank you for watching. So okay. Thank you very much. So this is Rahul Rajan signing off from Let's Update Language Academy. See you another day.